Hello, Assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, ഞാൻ ഫൈനായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇക്കാക്കിന്ന് ലീവായിരുന്നു. അപ്പോൾ ലീവാകുമ്പോൾ എങ്ങോട്ടേലും പോകൽ പതിവാണ്. പൊതുവേ രാത്രിയാണ് പോകൽ. എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഒരു ഇരുട്ടാവുന്നതിൻ്റെ മുമ്പേ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പോണത് ഷാർജയിൽ തന്നെ നൂറുൽ ഐലൻഡ് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ടാണ് നമ്മളെ റൂമിൽ നിന്ന് ആകെ നടക്കാനാണെങ്കിൽ ഒരു ഹാഫ് അവറും ടാക്സിക്കാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ. ഒരു മിനിമം ചാർജൊക്കെ കൊടുത്ത് പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഷാർജയിൽ UAE വന്നിട്ട് 2 ഇയേഴ്സ് അബോവ് ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ പോണത്. ഇതിലൂടെയൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കയറണമെന്നൊക്കെ തോന്നിയിട്ടില്ല. പിന്നെ ഇക്കാക്ക് ലീവ് ആകുമ്പോൾ എപ്പോഴും സെർച്ച് ചെയ്യും എടുത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റിയ സ്ഥലം ഉണ്ടോയെന്ന്. അങ്ങനെ ഈ അടുത്തായിട്ട് നമ്മൾ ഷാൻജിയോൻ്റെ ഒരു റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമസ്കാരം ദുബായ് എന്ന അക്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ കരുതി ഇങ്ങോട്ട് പോകാമെന്ന്. ഇതാണെങ്കിൽ അടുത്തുമാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ദൂരമൊന്നും പോകാൻ വയ്യുമല്ലോ. അപ്പോൾ എടുത്തുമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് പാസ് അങ്ങനെ 3-4 അത് എനിക്കറിയുള്ളൂ, കാരണം ഞങ്ങൾ അതാണ് എടുത്തത്. അതിന് 50 ദിർഹംസ് ഫോർ 1 പേഴ്സൺ അങ്ങനെയാണ് കേട്ടോ. ചൈൽഡിനാണെങ്കിൽ 30 ദിർഹംസും. ഇഹാന് 2 ഇയേഴ്സ് ആയതുകൊണ്ട് അവന് ചാർജ് ഇല്ലായിരുന്നു. ഇനി ബട്ടർഫ്ലൈ ഗാർഡൻ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ 35 ദിർഹംസ് ഫോർ 1 പേഴ്സൺ അങ്ങനെയാണ് കേട്ടോ. പിന്നെ വേറെ 2-3 ഓപ്ഷൻസും ഉണ്ട്. അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പിക്ചർ. ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ എടുത്തത്. സ്റ്റാൻഡേർഡ് പാസ് അത് ഇൻക്ലൂഡ് അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക, മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക അങ്ങോട്ട് പോവുകയാണെങ്കിൽ. നല്ലൊരു അടിപൊളി ഐലൻഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ കുറേ പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കഫേ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ബട്ടർഫ്ലൈ ഗാർഡൻ വരുന്നത്. ഒരു ചെറിയൊരു സ്പേസിൽ, കുഞ്ഞു സ്പേസിൽ ഒരു ഗാർഡനൊക്കെ സെറ്റാക്കി ഒരു 500 ബട്ടർഫ്ലൈ ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. ആ ഒരു വീഡിയോയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയണത്. അവർക്ക് ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് കൊടുക്കണോണ്ട് തന്നെ നമ്മളെ കൈമലൊക്കെ വന്നിരിക്കും കേട്ടോ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അത്. ഒരു 1 ഡേ ഔട്ടിങ്ങിനൊക്കെ നമുക്ക് എന്തായാലും മസ്റ്റായിട്ടും പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നൂറുൽ ഐലൻഡ്. ഇതാണ് കേട്ടോ ആ ഒരു ഗാർഡൻ വരുന്നത്. ഞങ്ങൾ ഫസ്റ്റിന് അങ്ങോട്ടാണ് പോയത്, കാരണം ഇരുട്ടാവുമ്പോൾ അത് ക്ലോസ് ചെയ്യും, പിന്നെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് സെക്യൂരിറ്റി പറഞ്ഞയച്ചത്. ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് എടുത്തുകൊണ്ട് നമ്മൾ കൈമലൊക്കെ വെക്കട്ടോ. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഹാൻ ഭയങ്കര പേടിയേനി പൂമ്പാറ്റനെ കണ്ടപ്പോൾ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിനി. ഒരു 4 അല്ല, ഒരു 5 o'clock ആയിട്ട് ഞങ്ങൾ പോയത്. ടാക്സിയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ടാക്സിയിലാണ് പോയത്, നടന്നിട്ടില്ല. കാരണം വെയിലായതുകൊണ്ട് ടാക്സിയിലാണ് പോയത്. ആ ഒരു ടൈം ആയപ്പോൾ നല്ല ആൾക്കാരുണ്ട്. കാരണം ആ ഒരു ടൈമിൽ അങ്ങോട്ട് പോകണതാട്ടോ ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് ആ ഈവനിങ് ആ ഒരു സംഭവം കിട്ടും, എന്നാൽ നമുക്ക് രാത്രിയും കിട്ടും. രാത്രി മാത്രം പോയാൽ വലിയൊരു ഇതുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ. ഞങ്ങളൊരു ഹാഫ് അവറൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ പൂമ്പാറ്റിനടുത്ത് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ അവർക്ക് വെച്ച് കൊടുത്ത ഫുഡ്. ഇവിടെ വന്ന് ഇരിക്കും പൂമ്പാറ്റകൾ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് എടുത്തുകൊണ്ട് നമ്മൾ കൈമ വെക്കും. ഇത് മേലൊക്കെ ഇഷ്ടം പോലെ പൂമ്പാറ്റകളുണ്ട്. 500 പൂമ്പാറ്റകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ ആ വീഡിയോയിൽ, ഞാൻ ആ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവന് ഞാൻ കൈമ വെച്ച് കൊടുത്തതാട്ടോ. അവനിങ്ങനെ കുറേ നേരമായി സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അവന് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇതിന് എനിക്ക് തോന്നുന്നത് വേറെ എൻട്രി ഫീയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ 3-4 ഓപ്ഷൻസ് ഉണ്ട് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ഓപ്ഷനിലുള്ള സംഭവങ്ങളാണ് കേട്ടോ അത്. പിന്നെ അതായത് പുറത്തുള്ളതാണ്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഇഹാൻ ഈ വെള്ളം കണ്ടപ്പോൾ തന്നെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി വാശി പിടിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ചൊക്കെ നടക്കാനുള്ള സ്ഥലങ്ങളാട്ടോ. നല്ല ഒരു അടിപൊളി സ്ഥലങ്ങളാണ്. നല്ലൊരു എന്താ പറയുക, ഒരു നാച്ചുറൽ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. ഒരു ഹരിതാപം പച്ചപ്പൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. ഇഹാനൊക്കെ ഭയങ്കര ഇഷ്ടമാവും, ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നടക്കാനൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ചാടുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്വിങ് ഒക്കെ പോലെ ഒരു അടിപൊളി ഇതാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല, അതിൽ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല.
നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നടക്കാണ്ട് ഇഷ്ടമുള്ളവരൊക്കെ പൊക്കോളി, അല്ലെങ്കിൽ നടന്ന് കുഴങ്ങും. ഇക്കാക്ക് വലിയ താല്പര്യമില്ല നടക്കാൻ, പക്ഷേ ഇക്കാക്ക് അങ്ങനെ പൊതുവേ എല്ലാ സ്ഥലങ്ങളൊന്നും ഇഷ്ടമാവലില്ല. പക്ഷേ ഇക്കാക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവമാണ്, ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടുന്ന് നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം. അവിടുന്ന് ഞാനൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു വെള്ളം കണ്ടപ്പോൾ തന്നെ ഇഹാൻ അതിലേക്ക് പോയി. വെള്ളം കണ്ട ഇഹാൻ പോകും. അവനെ അതിന് എടുക്കാനും വയ്യ, എടുക്കണമെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നനയും. മൊത്തത്തിൽ മീൻസ് കാല് നനയും. അപ്പോൾ അവനിങ്ങനെ ഇങ്ങോട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ നടന്ന് പോകണം. ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കുറേ ആൾക്കാർ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കിൽ നിൽക്കുമ്പോൾ ആ ഒരു വ്യൂ നഷ്ടമാവുമല്ലോ. അപ്പം എല്ലാവരും ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ നടന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ പോണ വഴിക്ക് ഈ ഒരു പെണ്ണ് ഇക്കാക്കാണ്ട് ഫോട്ടോ എടുത്തൊരു ചേച്ചി എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത്, എന്തിനോ എന്തോ എൻ്റെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ പോയി ഇതാ ഈ ഒരു സ്വിങ് ആണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര തിരക്കാണ്. കാരണം അതിലിരുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. കുറേ വെയിറ്റ് ചെയ്തിട്ടാട്ടോ കിട്ടിയത്. ഒരുപാട് അടിപൊളി സ്പോട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതും ഫോട്ടോ എടുക്കാൻ പറ്റിയതും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു സ്വിങ്ങിൽ ഈ ഒരു ചെക്കൻ കുറേ നേരമായി ഇരിക്കണം. ഞാൻ അവരോട് പറഞ്ഞു കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക, എനിക്കൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാണ്ടായിന് പറഞ്ഞു. പക്ഷെ അവൻ മാറി തരുന്നേയില്ല. പിന്നെ ഞാൻ അവനെയും കൂട്ടി അങ്ങോട്ട് എടുത്ത് അങ്ങനെ പിന്നെ അവിടുന്നും അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്നും പോന്ന്. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ. കാരണം നമുക്ക് മനസ്സിലാവൂല എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും. അങ്ങനെ കുറേ നടന്ന് നമ്മൾ എൻഡ് ചെയ്യുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മളെല്ലാവരും അവിടെയാണ് എത്തുക. ഇപ്പോഴും ഇരുട്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അവിടെയൊക്കെ കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണ്ടായിരുന്നു. എല്ലാവരും നടന്ന് ക്ഷീണിച്ച് അവിടെ തന്നെ ഇരിക്കണ്ടായിന്. നല്ല വെളിച്ചമുണ്ട്, നല്ല ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിൽ ഡക്കിനെ പോലത്തെ ഒരു ബോട്ട് എന്നല്ല പറയാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അവരുടെ ഡ്രസ്സിങ് ഭയങ്കര ഇഷ്ടമായിട്ട്, ആ റെഡ് കളറിലൊക്കെ. അതാണ് ഞാൻ അവർ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത്. എനിക്ക് തോന്നുന്നു ഫോട്ടോ എടുക്കാനായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്ന ആൾക്കാരെ തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പോരാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പോരാൻ നോക്കി. കാരണം ഇരുട്ടായി തുടങ്ങി, ബാങ്കൊക്കെ കൊടുത്ത്. പക്ഷെ രാത്രിയും അവിടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയാം എപ്പോഴും 4 o'clock 5 o'clock ആ ഒരു ടൈമിലൊക്കെ പോണതാണ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്, രാത്രി പോകണേക്കാളും. എനിക്ക് എപ്പോഴും ദുബായിൽ എവിടെ പോകണമെങ്കിലും എനിക്ക് ഈ ഒരു ടൈമാട്ടോ രാത്രിയേക്കാളും ഇഷ്ടം, കാണാൻ ഭംഗിയും ഈ ടൈമായിട്ടാണ് തോന്നൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ നൂറിൽ ഐലൻഡിൻ്റെ ചെറിയൊരു വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 100 or 500 എത്ര പേരാണെങ്കിലും കാണുന്നപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ കുറേ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.